അടുത്തിടെ മോസ്കോയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെ തുടർന്ന് ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണം വിപുലീകരിക്കാൻ സാധ്യതയുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ കയറ്റുമതിക്കായി ഇന്ത്യയും റഷ്യയും കൂടി ചേർന്ന് സുഖോ 30 MKI നിർമ്മിക്കുന്നു. നമുക്കറിയാം, നിലവിൽ മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ വ്യോമസേനകൾ വിന്യസിച്ചിട്ടുള്ള ഒരു മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് ആണ് സുഖോ 30. ഈ രാജ്യങ്ങൾ ഏറെ ആവശ്യപ്പെടുന്ന ഒരു ജെറ്റ് കൂടെയാണ് സുഖോ 30. അതിന്റെ വൈദഗ്ധ്യവും ഫയർ പവറും തങ്ങളുടെ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ ഒരു ജനപ്രിയ താരമാക്കി മാറ്റുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് തന്നെ 260-ലധികം സുഖോ 30 MKI വേരിയന്റുകളുടെ ശക്തമായ ഒരു ഫ്ലീറ്റ് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ പ്രത്യേക ആവശ്യകതകൾക്ക് അനുയോജ്യമായ സുഖോ 30ന്റെ കസ്റ്റമൈസ്ഡ് പതിപ്പാണ് ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 272 യൂണിറ്റുകളുടെ അംഗീകൃത ശക്തിയിലെത്താൻ ലക്ഷ്യമിട്ട് 12 സുഖോ 30 MKIകൾ കൂടി വാങ്ങിക്കൊണ്ട് IAF അതിന്റെ കപ്പലുകളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത്രയധികം വലിയ ഈ സംയുക്ത സംരംഭത്തെ കുറിച്ച് ഇരു സർക്കാരുകളിൽ നിന്നും ഔദ്യോഗികമായി സ്ഥിരീകരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ വോളിയങ്ങൾ, ടൈം ലൈനുകൾ, വേരിയന്റ് കോൺഫിഗറേഷനുകൾ എന്നിവയെ കുറിച്ചുള്ള പ്രത്യേക വിശദാംശങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ റഷ്യ ആഗോള വിതരണ ശൃംഖലയിൽ HALനെ ഉൾപ്പെടുത്താതെ തന്നെ ബെലാറസ്, അർമേനിയ, കസാക്കിസ്ഥാൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലേക്ക് റഷ്യയുടെ സുഖോ 30 MKIയുടെ വേരിയന്റായ സുഖോ 30 SM വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന ശേഷിയിൽ ഗണ്യമായ മുന്നേറ്റം കുറിക്കുന്ന സുഖോ 30 യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനുമുള്ള ഈ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ചർച്ച എന്ന് പറയുന്നത് റഷ്യയുടെ പിന്തുണയോടെ ഈ സഹകരണം സംയുക്ത ഉൽപാദനത്തിനും സാങ്കേതിക കൈമാറ്റത്തിനുമുള്ള വിശാലമായ കരാറിനാണ് അടിവരയിടുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ എയറോസ്പേസ് കഴിവും കയറ്റുമതി സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ റഷ്യൻ വംശജരായ പ്രതിരോധ ഉപകരണങ്ങളുടെ പരിപാലനത്തിനും ഉൽപാദനത്തിനുമായി സംയുക്ത സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി തന്ത്രത്തിലെ സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്ന ഈ സംരംഭം ഇന്ത്യൻ സായുധ സേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സൗഹൃദ മൂന്നാം രാജ്യങ്ങളിലേക്കുള്ള തുടർന്നുള്ള കയറ്റുമതി സുഗമമാക്കുന്നതിനും ലക്ഷ്യമിടുന്നു. സുഖോ 30 MKI യുദ്ധവിമാനങ്ങൾ നവീകരിച്ച് HALന്റെ നാസിക് ഡിവിഷൻ ഇതിനകം തന്നെ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട്. അടുത്തിടെ പ്രതിരോധ സെക്രട്ടറി 100ാമത് ഓവറോൾഡ് സുഖോ 30 MKI ഇന്ത്യൻ എയർഫോഴ്സിനെ കൈമാറിയിരുന്നു. ശക്തമായ റിപ്പയർഡ് ആൻഡ് ഓവറോൾ സൗകര്യം സ്ഥാപിക്കുന്നതിൽ HALന്റെ ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം മൂലമുണ്ടാകുന്ന വിതരണ ശൃംഖലയിലെ വെല്ലുവിളികൾക്കിടയിലും HALന്റെ നാസിക് ഡിവിഷൻ പ്രതിവർഷം 20 സുഖോ 30 MKI വിമാനങ്ങളുടെ പരമാവധി ഓവറോൾ ശേഷി കൈവരിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ ഗണ്യമായ ഉത്തേജനം എന്ന നിലയിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ പിന്തുണയോടെ HAL സുഖോ 30 MKI ഫൈറ്റർ ജെറ്റ് ഫ്ലീറ്റിന്റെ 60,000 കോടി രൂപയുടെ നവീകരണം ഏറ്റെടുക്കും. പ്രതിരോധ മന്ത്രാലയം അംഗീകരിച്ച ഈ പദ്ധതി പുതിയ റഡാറുകൾ, മിഷൻ നിയന്ത്രണ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധശേഷികൾ, നൂതന ആയുധ സംവിധാനങ്ങളുടെ സംയോജനം എന്നിവ ഉപയോഗിച്ച് വിമാനത്തിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഇന്ത്യയും റഷ്യയും ഒരുമിച്ചുള്ള ഈ സംയുക്ത സംരംഭം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വൻ മുന്നേറ്റമായിരിക്കും, വൻ നേട്ടമായിരിക്കും അത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.